ഒത്തിരി സന്തോഷമായില്ല. ന്യൂസ് ചാനലിനും കളക്ടർ സാറിനും ഞങ്ങളുടെ പ്രിൻസിപ്പൽ മാമിനും കറസ്പോണ്ടൻറ്റ് സാറിനും എല്ലാവർക്കും ഒത്തിരി നന്ദിയാണ്. ഇനിയിപ്പം പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പവും ഇല്ലെന്ന്. മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കണ്ട, വെളിച്ചത്തിൽ പഠിക്കാം. 2 മാസത്തിനു മുകളിലായി മെഴുകുതിരിവട്ടത്തിൽ പഠനം നടത്തേണ്ട ഗതികേടിലായിരുന്നു ഇടുക്കി വണ്ടിപ്പെരിയാറിലെ ഹാഷിനിയും ഹർഷിനിയും. കുട്ടികളുടെ ദുരവസ്ഥ വാർത്തയായതോടെ ജില്ലാ കളക്ടർ ഇടപെട്ട് പരിഹാരം കണ്ടെത്തി. ശനിയാഴ്ച രാവിലെയോടെ എത്തിയ KSEB അധികൃതർ പുതിയ പോസ്റ്റുകൾ പൂർണ്ണമായും സൗജന്യമായി സ്ഥാപിച്ച് വൈകിട്ടോടെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. നമുക്ക് കറണ്ട് കിട്ടിയാൽ പിന്നെ നമുക്ക് കേസ് വെളിച്ചത്തിരുന്ന് പിള്ളേർ പഠിക്കട്ടെ, മെഴുകുതിരിന് വേണ്ട. വീടിനടുത്തുള്ള വണ്ടിപ്പെരിയാർ ക്ലബ്ബിൽ നിന്നായിരുന്നു കുട്ടികളുടെ വീട്ടിലേക്ക് വൈദ്യുതി നൽകിയിരുന്നത്. മോഹനന്റെ അച്ഛൻ വിജയൻ ക്ലബ്ബിലെ ജോലിക്കാരനായിരുന്നു. 25 വർഷം മുമ്പ് RBT കമ്പനി ഇവർ താമസിക്കുന്ന വീടും 10 സെന്റ് സ്ഥലവും വിജയന് എഴുതി നൽകി. കാലപ്പഴക്കം ചെന്ന പോസ്റ്റുകൾ മഴക്കാലത്തൊടിഞ്ഞതോടെ ക്ലബ്ബിലേക്കുള്ള വൈദ്യുതി ബന്ധം ഇല്ലാതെയായി. പുതിയ കണക്ഷൻ എടുക്കാൻ അപേക്ഷ നൽകി വീടിനുള്ളിൽ പുതിയ വയറിംഗും നടത്തി. പുതിയ കണക്ഷൻ നൽകാൻ KSEB തയ്യാറായെങ്കിലും പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തടസ്സം നിൽക്കുകയായിരുന്നു. കറണ്ട് ഇല്ലാത്തത് മക്കളുടെ പഠനത്തിനൊപ്പം കുടിവെള്ളവും പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഒടുവിൽ കളക്ടർ ഇടപെട്ടു. പോപ്സ് എസ്റ്റേറ്റുമായുള്ള ഉടമസ്ഥാവകാശം കോടതിയിൽ നിലനിൽക്കെ തന്നെയായിരുന്നു പരിഹാരം കണ്ടെത്തിയത്. ഹാഷിനിക്കും ഹർഷിനിക്കും ഇനി നല്ല വെളിച്ചത്തിൽ പഠിച്ചു വളരാം. മാതൃഭൂമി ന്യൂസ്, കുമളി.